ഹലോ കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡ് എയർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ മനുവിനെ കാണിച്ചിട്ടാണ്. മനു ആണെങ്കിൽ ആകെ ടെൻഷനിലാണ്. ബാലചന്ദ്ര മേനോനെ ഫോണൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അലീനയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്ര മേനോൻ പറയുന്നുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് ഇപ്പോഴും ഐ സി യുയിൽ തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്ര മേനോൻ പറയുന്നുണ്ട് ഐ സി യുയിൽ തന്നെയാണ്, ഇനി റൂമിലേക്ക് മാറ്റുമ്പോൾ കാണാമെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ മനു പറയുന്നുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എത്തും അങ്ങളെ, ഞങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ വെപ്രാളപ്പെടാണ്ട് വന്നാൽ മതി, ടെൻഷനൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അടുത്തത് കാണിക്കുന്നത് നമ്മുടെ വൈജയന്തിയാണ് കേട്ടോ. വൈജയന്തി ഇങ്ങനെ സിറ്റ് ഔട്ടിലിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോൾ കയറി വരുന്നുണ്ട് സ്കൂൾ വിട്ട്. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് ബബിത എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ പറയും അവൾ നയനയുടെ വീട്ടിൽ നോട്ട്സ് എടുക്കാൻ പോയേക്കുവാന്ന് പറയും കേട്ടോ. അപ്പോൾ അമ്മ എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കും കൃഷ്ണമോൾ. അപ്പോൾ വൈജയന്തി പറയും ഞാൻ ഉച്ചയ്ക്ക് മുൻപേ വന്നതാ, ഇവിടുത്തെ പുകിലൊന്നും നീ അറിഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് എന്താ അമ്മ എന്താ ഉണ്ടായെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് അലിയനേനെ ആരോ പുറത്തുനിന്ന് വന്ന് കുത്തി എന്നൊക്കെ പറയുന്നുണ്ടെന്ന് പറയും. അത് കേൾക്കുമ്പോൾ കൃഷ്ണമോൾക്ക് ആകെ ടെൻഷനാവും കേട്ടോ. കുത്തിയെന്നോ, ആര്, എന്തിനാ കുത്തിയെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വൈജയന്തി പറയും അതൊന്നും അറിയില്ല, അവിടെ ബ്ലഡിൻ്റെ കറയൊക്കെ കിടക്കുന്നുണ്ട്, നീ പോയി നോക്കിയാൽ കാണാമെന്നൊക്കെ പറയും. അങ്ങനെ കൃഷ്ണമോൾ ഹോളിലൊക്കെ ചെന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഹോളിൽ നോക്കുമ്പോൾ നിറച്ച് ബ്ലഡിൻ്റെ കറയാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് കൃഷ്ണമോൾ അമ്മോട് വന്ന് ചോദിക്കും ആരാ അലിന ചേച്ചീനെ കുത്തിയതെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ പറയും ആർക്കറിയാം, അവളുടെ എന്തെങ്കിലും കള്ളക്കാമൂന്നായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് വൈജയന്തി. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കൃഷ്ണമോൾക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ അവൾ പറയും അമ്മ ഇങ്ങനെ തീരെ റെസ്പെക്റ്റ് ഇല്ലാതെ പോലത്തെ പെരുമാറ്റം പാടില്ല എന്ന് പറയും കേട്ടോ. എന്നിട്ട് അലീന ചേച്ചിക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ കൃഷ്ണമോൾ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല, ഞാൻ അന്വേഷിച്ചില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കൃഷ്ണമോൾക്ക് ദേഷ്യം വരും കേട്ടോ. എന്നിട്ട് പറയും ഇതൊന്നും ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല കേട്ടോ അമ്മ, ഇതൊക്കെ വളരെ മോശമാണ്, ഒരു വീടിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉള്ള അമ്മ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടതെന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് കൃഷ്ണമോൾ അകത്തേക്ക് കയറിപ്പോവും. പിന്നെ കാണിക്കുന്നത് ഹരീനെയും രോഹിത്തിനെയും കേട്ടോ. അവരാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിട്ടിരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട്. അപ്പോൾ ഹരി പറയുന്നുണ്ട് രോഹിത്തിനോട് അച്ഛനെ ഒന്ന് വിളിച്ച് നോക്ക്, എന്താ അവിടുത്തെ സ്ഥിതിയെന്ന് അറിയാമല്ലോ എന്ന്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട് ഞാനൊന്നും വിളിക്കില്ല, ഞാൻ വിളിച്ചാൽ അച്ഛന് സംശയമാവും, എന്താ എനിക്ക് അവളുടെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് എന്ന് വിചാരിക്കുന്നു പറയും. അപ്പോൾ ഹരി ചോദിക്കും അതെന്താ അങ്ങനെ, വിളിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും ഇല്ല, എനിക്ക് അവളോട് ദേഷ്യമാണെന്ന് അച്ഛനറിയാം, അന്ന് ആ റൂബിയുടെ കേസിൽ തന്നെ എനിക്ക് അവളോട് ശത്രുതയാണെന്നുള്ളത് കാര്യം അച്ഛന് ഉറപ്പായിട്ടുള്ള കാര്യമാണെന്ന് പറയും കേട്ടോ. ഇതിൻ്റെ പിന്നിൽ ഞാനാന്ന് വരെ അച്ഛൻ സംശയിക്കുന്നുണ്ടാവുമെന്ന് രോഹിത് ഹരിയോട് പറയും കേട്ടോ. എന്തായാലും അവൾ മരിച്ചിട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഹരി പറയും കേട്ടോ അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടു, നമ്മൾ കൊലപാതക കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. അപ്പോൾ രോഹിത് പറയുന്നുണ്ട് അങ്ങനെയായാലും നമ്മൾ കൊലപാതക ശ്രമത്തിന് നമ്മൾ എന്തായാലും ജയിലിൽ പോകേണ്ടി വരും, എങ്ങനെയായാലും ജയിലിൽ നമുക്ക് ഉറപ്പായി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരി പറയും എന്തായാലും നമുക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിടാം, അഥവാ എന്തെങ്കിലും കേസ് വരികയാണെങ്കിൽ തന്നെ നമുക്ക് ഊട്ടിക്കോ കൊടൈക്കനാൽക്കോ പോവാം, അവൾ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അന്വേഷിച്ച് ആരും അങ്ങോട്ട് വരുന്നെന്ന് തോന്നണില്ല എന്ന് പറയട്ടോ. അപ്പോൾ രോഹിത് ചോദിക്കും പെട്രോൾ മാത്രം മതിയോ, നമുക്ക് കാശ് വേണ്ടേ നിൽക്കണമെങ്കിലായാലും. അപ്പോൾ ഹരി പറയും അതിന് അമ്മയുടെ അലമാരി കുത്തി തുറക്കണം, അതിൽ നിന്ന് പൈസ എടുക്കണം. അപ്പോൾ രോഹിത് പറയും കേട്ടോ അതൊന്നും ശരിയാവില്ല, എങ്ങനെ പോയാലും നമ്മളെ 3 ദിവസത്തിനുള്ളിൽ പോലീസ് പൊക്കും, നമുക്ക് ക്രിമിനൽസിൻ്റെ ടാലൻ്റ് ഒന്നും ഇല്ലല്ലോ, പോരാത്തതിന് എല്ലാവിടെയും മുക്കിനും മൂലയിലും CCTV ക്യാമറകളാണ് ഉള്ളത്, നമ്മൾ എവിടെ പോയാലും പോലീസ് പൊക്കും എന്ന് പറയട്ടോ. അടുത്തത് കാണിക്കുന്നത് മനുവിനെയാണ് കേട്ടോ. അങ്ങനെ മനു ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് പേടിക്കാനൊന്നുമില്ല, സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പോസ്റ്റ് ഓപ്പറേഷൻ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറയാം കേട്ടോ. അലീനയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം കേട്ടോ മനു. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ബോധം തെളിഞ്ഞിട്ടുണ്ട്, പക്ഷേ സംസാരിക്കാറായിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പേടിക്കാനൊന്നുമില്ലല്ലോ അങ്കിളെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മനു. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, കണ്ടമാനം ബ്ലഡ് പോയിട്ടുണ്ടായിരുന്നു, അതായിരുന്നു ഒരു പ്രശ്നം ഉണ്ടായിരുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എവിടെ കുത്ത് കിട്ടിയെന്ന് മനു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് വയറിൻ്റെ സൈഡിലായിട്ടാണ് കുത്തിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി ആരെങ്കിലും ആയിരിക്കും ലാലിനെ കുത്തിയിരിക്കുന്നതെന്ന് ചോദിക്കും കേട്ടോ മനു. അപ്പോൾ ബാലേന്ദ്രൻ പറയും അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത, പക്ഷേ മോഷണമൊന്നും നടന്നിട്ടില്ല എന്ന് പറയും കേട്ടോ. പോലീസിൽ ഇൻഫോം ചെയ്തില്ലെന്ന് മനു ചോദിക്കും. അപ്പോൾ ബാലേന്ദ്രൻ പറയും ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരിപ്പോൾ എത്തുമെന്ന് പറയും കേട്ടോ. എന്തായുധം ഉപയോഗിച്ച് അങ്കിളെ അലീനെ കുത്തിയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മനു. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കത്രിക ഉപയോഗിച്ചിട്ടാണ് കുത്തിയിരിക്കുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ മനുവിന് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട് അതിലെന്തോ സംതിങ് റോങ് ഉണ്ടല്ലോ അങ്കിളെ എന്ന് ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രനോട്.
പിന്നെ കാണിക്കുന്നത് പോലീസിനെയാണ് കേട്ടോ. അപ്പോൾ പോലീസ് വന്ന് ബാലചന്ദ്ര മേനോനോട് ചോദിക്കുന്നുണ്ട്, ഈ സംഭവം നടക്കുന്ന സമയത്ത് വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്ര മേനോൻ പറയുന്നുണ്ട്, ഇല്ല അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അമ്മ കിടപ്പിലാന്ന് പറയും കേട്ടോ. എത്ര നാളായി ഈ സെർവൻ്റ് ഇവിടെ ജോലിക്ക് വന്നിട്ടെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയും 3 മാസമായിട്ടുള്ളൂ വന്നു തുടങ്ങിയിട്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ പോലീസ് ചോദിക്കും, ഇവർക്കാരെയും ശത്രുക്കളുള്ളതായിട്ട് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ബാലചന്ദ്ര മേനോൻ പറയും ഇല്ല എന്ന് പറയും കേട്ടോ. പിന്നെ ചോദിക്കും എന്തെങ്കിലും മോഷണം നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ പറയും ഇല്ല ഇതുവരെ ഒന്നും മോഷണം പോയിട്ടില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ പോലീസ് പറയും അപ്പോൾ എന്തായാലും അത് മോഷണ ശ്രമമല്ല എന്ന് പറയും കേട്ടോ. എന്നിട്ട് പിന്നെ അലീനയുടെ അടുത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് അലീനയാണ് കേട്ടോ. അലീനയ്ക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അലീന ഇങ്ങനെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഓർക്കാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ ചോദിക്കുന്നുണ്ട് അലീനയോട് എന്താ സംഭവിച്ചതെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട് പറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോലീസ് വന്നിട്ടുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ പോലീസിനോട് ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയണമെന്ന് ഡോക്ടർ പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ അലീന ആകെ ഒന്ന് പേടിക്കും കേട്ടോ. അപ്പോൾ അലീന ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമോ പോലീസുകാരെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയും ഇല്ല, ആവശ്യത്തിനുള്ള മറുപടി മാത്രം പറഞ്ഞാൽ മതി, ആരാ കുട്ടിയെ അറ്റാക്ക് ചെയ്തത് അതുപോലെ എന്താ അവിടെ സംഭവിച്ചതെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയും കേട്ടോ അലീനോട്. എന്നിട്ട് ചോദിക്കും പോലീസിനെ എന്നാൽ വിളിക്കട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അലീന ഒന്ന് ആലോചിച്ചിട്ട് പറയും വിളിച്ചോളൂ എന്ന് പറയും കേട്ടോ. അങ്ങനെ പോലീസ് വരികയാണ്. അങ്ങനെ പോലീസ് നേരെ മനുവിൻ്റെയും ബാലചന്ദ്ര മേനോൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അലീനയുടെ മൊഴിയൊക്കെ എടുത്തിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ ബാലചന്ദ്ര മേനോൻ ചോദിക്കുന്നുണ്ട് എന്താ അലീന പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട് നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല കാര്യങ്ങൾ, ആ കുട്ടി കസേരയിൽ കയറി കർട്ടൻ്റെ നൂല് വെട്ടാൻ വേണ്ടിയിട്ട് കത്രിക എടുത്ത് കയറിയതാണ്. അബദ്ധത്തിൽ കാൽ തെറ്റി വീണ് കത്രിക കുട്ടിയുടെ വയറ്റിൽ കുത്തി കയറിയതാണ്. അങ്ങനെയാണ് അലീന മൊഴി നൽകിയിരിക്കുന്നതെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്ര മേനോന് ആശ്വാസമാവാണ് കേട്ടോ. അപ്പോൾ ആൾ പോലീസിനോട് പറയും അലീന അങ്ങനെ പറഞ്ഞെങ്കിൽ അത് തന്നെയായിരിക്കും ശരി, മാത്രമല്ല അലീന അങ്ങനെ കള്ളം പറയുന്ന കുട്ടിയൊന്നുമല്ല, അവൾ പറഞ്ഞത് തന്നെയായിരിക്കും ശരിയെന്ന് പറയും കേട്ടോ. പക്ഷേ മനുവിന് അത് കേൾക്കുമ്പോൾ അത്രയ്ക്ക് വിശ്വസിക്കാൻ തോന്നില്ല കേട്ടോ. മനുവിന് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. അപ്പോൾ പോലീസിനോട് ചോദിക്കുന്നുണ്ട് വേറെ എന്തെങ്കിലും സാധ്യതയുണ്ടോ ഇതിനൊന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോലീസുകാർ പറയും ആ കുട്ടി ഇങ്ങനെയാണ് മൊഴി തന്നിരിക്കുന്നത്, അപ്പോൾ പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കേസ് എടുക്കാൻ പറ്റുള്ളൂ, അപ്പോൾ ഇവിടെ പരാതി ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് പ്രത്യേകിച്ച് കേസൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ പോലീസിൻ്റെ ജോലി എന്തായാലും കഴിഞ്ഞു എന്ന് പറയും കേട്ടോ. എങ്കിലും മനുവിൻ്റെ സംശയം അങ്ങനെ തന്നെ ബാക്കി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞ് പോലീസുകാർ പോയിട്ടോ. പിന്നെ അപ്പോൾ ബാലചന്ദ്ര മേനോൻ മനുവിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് വേറെ എന്തെങ്കിലും സാധ്യത തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മാത്രമല്ല അമ്മ കിടപ്പിലാണല്ലോ, പിന്നെ അലീനയ്ക്കായാലും കള്ളം പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നും പറയുന്നുണ്ട് കേട്ടോ ബാലചന്ദ്ര മേനോൻ. അപ്പോൾ മനു പറയും ഇല്ലെങ്കിലേ ഒന്നുമില്ല, ലീവ് ഇറ്റ് എന്ന് പറയും കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഹരീനെയും രോഹിത്തിനെയാണ് കേട്ടോ. അവരാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിട്ടിരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട്. അപ്പോൾ ഹരി പറയും രോഹിത്തിനോട് ഒന്ന് അച്ഛനെ ഒന്ന് വിളിച്ച് നോക്കുക, അച്ഛനെ വിളിച്ച് നോക്കി എന്നെ കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയാമെന്ന് പറയും കേട്ടോ. അപ്പോൾ രോഹിത്ത് പറയും ഞാനൊന്നും വിളിക്കില്ല അച്ഛനെ, നീ വേണമെങ്കിൽ എൻ്റെ അമ്മേനെ ഒന്ന് വിളിച്ച് നോക്ക്, അപ്പോൾ അറിയാലോ എന്ന് പറയും. അങ്ങനെ ഹരി വൈജയന്തിനെ വിളിക്കും കേട്ടോ. അങ്ങനെ വിളിച്ചിട്ട് അവിടെ എന്താ ഉണ്ടായെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ വൈജയന്തി ചോദിക്കും ഇവിടെ എന്തുണ്ടാവാനാ, നീ എങ്ങനെ അറിഞ്ഞേന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ പറയും എന്നോട് അമ്മ കാലത്തൊരു വിവരം പറഞ്ഞിരുന്നു, അതാ ഞാൻ ചോദിച്ചത് എങ്ങനെയുണ്ട് അലീനയ്ക്കെന്ന് ചോദിക്കും കേട്ടോ. അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവൾക്ക് ബോധം വന്നു എന്ന് പറയും കേട്ടോ വൈജയന്തി. അപ്പോൾ ഹരി ചോദിക്കും ആരാ അവളെ കുത്തിയതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ വൈജയന്തി പറയും അവളാരും കുത്തിയതൊന്നുമല്ല, അവൾ കർട്ടൻ്റെ നൂല് വെട്ടാൻ വേണ്ടിയിട്ട് കസേരമ്മ കയറിയെന്ന് മുറിച്ചപ്പോൾ അബദ്ധത്തിൽ നിലത്ത് വീണ് കത്രിക അവളുടെ മേത്ത് തന്നെ കുത്തിയതാണെന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഹരിയും രോഹിത്തും ഒന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണോ അലീന പറഞ്ഞിരിക്കുന്നതെന്ന് വിചാരിക്കും കേട്ടോ അവർ. അപ്പോൾ ഹരി വീണ്ടും ഒന്നും കൂടി ചോദിക്കും കേട്ടോ എങ്ങനെയാണോ അവൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അപ്പോൾ വൈജയന്തി ചോദിക്കും പിന്നെ എങ്ങനെയാണ് അവൾ പോലീസിനോട് പറയണ്ടേ, അവളതല്ല പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ വൈജയന്തി ചോദിക്കും നീ രോഹിത്തിനെ കണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അവൻ കാലത്ത് പോയതാണ്, പിന്നെ ഇതുവരെ വന്നിട്ടില്ല, മാത്രമല്ല ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണെന്ന് പറയും കേട്ടോ. അപ്പോൾ ഹരി പറയും ഇല്ല ഞാൻ കണ്ടിട്ടില്ല അവനെ എന്ന് പറയും കേട്ടോ. അപ്പോൾ എവിടെ പോയതായിരിക്കും എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ രോഹിത്ത് ഇങ്ങനെ ഹരിയുടെ ചെവിയിൽ പറയുന്നുണ്ട് ഫുട്ബോൾ മാച്ച് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരി ഇങ്ങനെ വൈജയന്തിയോട് പറയും അവന് ഫുട്ബോൾ മാച്ച് ഉണ്ടായിരിക്കും, അതിന് പോയതായിരിക്കും എന്ന് പറയും കേട്ടോ. അപ്പോൾ വൈജയന്തി പറയും എന്നാൽ നീ അവനൊന്ന് വിളിച്ചിട്ട് വീട്ടിലേക്ക് വരാൻ പറയും, കുറേ നേരമായി പോയിട്ട് എനിക്കാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടണമില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ഹരി പറയും ഞാനിപ്പോൾ അവനെ വിളിക്കാറൊന്നുമില്ല, നിങ്ങളൊക്കെ തന്നെയല്ലേ പറയാറ് ഞാനാണ് അവനെ വഴി തെറ്റിക്കണമെന്നൊക്കെ അല്ലേ പറയാറ്, അതുകൊണ്ട് ഇപ്പം ഞാൻ അവനായിട്ട് വലിയ കമ്പനിയൊന്നും ഇല്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ വൈജയന്തി ചോദിക്കും എന്നാര് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഹരി പറയും എനിക്കെല്ലാം അറിയാം ആൻറ്റി,
എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ വെക്കുവാന്ന് പറഞ്ഞിട്ട് വെക്കും കേട്ടോ, ഫോൺ വെക്കും കേട്ടോ. എന്നിട്ട് ഹരി പറയും എപ്പോഴാണ് ശ്വാസം നേരെ വീണത്, ഇത്ര നേരം തീ തിന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ രോഹിത് പറയും ശരിയാടാ, എപ്പോഴാണ് ജീവൻ കിട്ടിയത്, ഒരു 10 വർഷത്തെ ആയുസ് ഇപ്പോൾ തന്നെ കുറഞ്ഞ് കിട്ടിയെന്ന് പറയും കേട്ടോ. അപ്പോൾ ഹരി പറയും ഇനി ഇവിടെ നിൽക്കണ്ട, നീ വേഗം നീ എൻ്റെ വീട്ടിലേക്ക് പോടാ, ഞാനും വീട്ടിലേക്ക് പോവാം, ഇനി ഒന്ന് മനസ്സമാധാനത്തോടു കൂടി ഒന്ന് കിടന്നുറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഹരിയും രോഹിത്തും അവനവൻ്റെ ബൈക്ക് എടുത്തിട്ട് പോകും കേട്ടോ. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.